നമസ്കാരം. വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ധാരാളം വാർത്തകൾ ചെയ്തു. CPM-ന്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിലെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന് ഒരു പുസ്തകവും എഴുതിയ വ്യക്തിയാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ്. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും നമ്മൾ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ തന്നെ നൽകി. കുറച്ച് നാളുകളായിട്ട് വി കുഞ്ഞികൃഷ്ണൻ വാർത്തകളിൽ നിറയുന്നില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും നിറയുകയാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലും കേരളത്തിൽ ഒന്നടങ്കം വി കുഞ്ഞികൃഷ്ണൻ തരംഗമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. CPM-ന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. മാത്രമല്ല, TI മധുസൂദനൻ എന്ന തട്ടിപ്പുകാരനായ MLA പയ്യന്നൂരിൽ തോൽപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വി കുഞ്ഞികൃഷ്ണന്റെ കൂടെയുള്ളവർ രഹസ്യമായും പരസ്യമായും ഒരുക്കി കഴിഞ്ഞു. വൈശാഖൻ എന്ന് പറയുന്ന ഒരു സഖാവാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ അനവധി നൂറുകണക്കിന് CPM-ന്റെ പ്രവർത്തകർ അണിനിരക്കുന്നു. വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായ ഒരു തരംഗമാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. ഇത് മറ്റ് മണ്ഡലങ്ങളിലേക്ക്, ഇരിക്കൂർ, പേരാവൂർ, തളിപ്പറമ്പ്, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക്, ഇരിട്ടി തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക്, എന്തിന് ധർമ്മടത്ത് പോലും ഇതിന്റെ അലയൊലികൾ എത്തുന്നു എന്നാണ് കണ്ണൂരിലെ CPM പ്രവർത്തകർ തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. അവർക്ക് വേറെ മാർഗമില്ല. ഇനിയിപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും അത് CPM കുത്തിക്കയറ്റിയതാണ് എന്ന് പറയുകയും അത് തിരിച്ചടിയാവുകയും ചെയ്യും എന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ കോടതി ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടത് കൊണ്ട്, ഇദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് എന്നും ചില സഖാക്കൾ പറയുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണന് ഒപ്പം ചേരുകയാണ് സഖാക്കൾ. അനുദിനം അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തമുള്ള ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ വിവിധ മേഖലകളിൽ കുഞ്ഞികൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നറിയില്ല. ഇപ്പം CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം കിട്ടി, അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും വി കുഞ്ഞികൃഷ്ണൻ എവിടെയെങ്കിലും പയ്യന്നൂരിൽ തന്നെ മത്സരിക്കുമോ, TI മധുസൂദനെതിരെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയതായി അറിവില്ല. എന്നാൽ പോലും ഒരു കൊടുങ്കാറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ആഞ്ഞടിക്കാൻ വി കുഞ്ഞികൃഷ്ണന് കഴിയുന്നു, ആ സാധുവായ മനുഷ്യന് കഴിയുന്നു എന്നത് തീർച്ചയായിട്ടും കള്ളത്തരങ്ങൾ പൊളിഞ്ഞടുങ്ങുന്നതിന്റെ, അല്ലെങ്കിൽ ഇത്രയും കാലം ജനങ്ങളെയും പാർട്ടി സഖാക്കളെയും അടക്കം തട്ടിപ്പ് നടത്തി ജീവിച്ചവർക്ക് ഉള്ള ചുട്ട മറുപടി കൂടിയാണ്, കാലത്തിന്റെ കർമ്മത്തിന്റെ ചുട്ട മറുപടി കൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ PK ശശിയുടെയും G സുധാകരന്റെയും ഒക്കെ കാര്യം രാഷ്ട്രീയം അത് വിട്. പക്ഷേ ഈ മനുഷ്യൻ ഒരു പാവപ്പെട്ട രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി ലക്ഷങ്ങൾ കൊണ്ടുപോയ ഒരു ജനപ്രതിനിധി TI മധുസൂദനൻ എന്ന കാട്ടുകള്ളനെ തുറന്നു കാണിക്കുകയാണ്, തെളിവുകളും കണക്കുകളും സഹിതം ചെയ്തത്. പിന്നീട് കണക്ക് അവതരിപ്പിക്കും, അങ്ങ് ഫൈറ്റ് ചെയ്ത് തോപ്പിച്ച് കളയും എന്നൊക്കെ KK രാഗേഷ് പറയുന്നത് കേട്ടു. പിന്നെ ഒന്നും കേട്ടില്ല. KK രാഗേഷിന്റെ മഷിയിട്ട് നോക്കിയിട്ട് പോലും, കബഡി നിരത്തി നോക്കിയിട്ട് പോലും KK രാഗേഷിനെ ആരും കണ്ടവരില്ല. എവിടെ പോയി KK രാഗേഷ്? എവിടെ വിശദീകരണങ്ങൾ? എവിടെ വിശദമായ കണക്കുകൾ? നിങ്ങൾ അവതരിപ്പിച്ച കള്ളക്കണക്കൊക്കെ എവിടെ? പറഞ്ഞ കള്ളക്കണക്കൊക്കെ എവിടെ? ഇത് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രബലമായ ശക്തി, അതിപ്രബലമായ ഒരു ശക്തി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചേരി കണ്ണൂരിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ആ ചേരി തീർച്ചയായിട്ടും CPM-നോട് കണക്ക് ചോദിക്കും. ജനങ്ങൾ ഒപ്പം നിൽക്കും, സഖാക്കൾ ഭൂരിഭാഗവും ഒപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്താകും